ഭഗവാനെ, ഞാൻ ഇന്ന് പുതിയ പേന കൊണ്ടാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്. എങ്ങനെയെങ്കിലും ഡിഗ്രി പാസ്സാവണം. മീനക്കൊച്ചേ, എന്തോ കാട്ടിയത്? അറിഞ്ഞോണ്ട് എന്റെ ഷർട്ടയിൽ മഷി ഒഴിച്ചിട്ട് ചക്കാ എന്ന് ചിരിക്കുക. ചിരിക്കണ്ട, രാജഗോപാലൻ ചേട്ടൻ ഞാൻ നമുക്ക് സാരമില്ല, അറിയാതെ പറ്റിയതല്ല. Don't bother. It is my mistake. മുരളി, മീനക്കുട്ടി ആട്ടെന്ന് മനസ്സിലായോ? രാജഗോപാലൻ ചേട്ടന്റെ മോള്. ആ, ഈ ഒരു പേടി നല്ലതാ. ചുമ്മാ വാഴ ഇംഗ്ലീഷ് ടക്കന്ന് തൂറിക്കൊണ്ടേയിരിക്കും. ആ, ഒരേ ഒരു മോള. ഇത് കൂടാതെ ഒരു മോനുണ്ട്, രാമഗോപാൽ. സ്വഭാവത്തിൽ തന്തക്കെതിരാ. അവന്റെ ശല്യം സഹിക്കാഞ്ഞിട്ട് പെരുമണ്ണാവൂരത്തെ സെന്റ് സേവിയർ ഹോസ്റ്റലിൽ കൊണ്ട് താമസിപ്പിച്ചിരിക്കുക. വാ ചേട്ടായി, നമസ്കാരം. എന്താ കണാരാ, ആരാ നിന്റെ കൂടെ കൂടിയിരിക്കുന്നത്? ചേട്ടായി, ഇവന്റെ പേര് മുരളീകൃഷ്ണൻ. ആള് കാണുന്ന പോലെ അങ്ങനെ മോശപ്പെട്ട ആളല്ല, പാവപ്പെട്ടവനാ. വളർന്ന് സംസാരിക്കുന്നതിന് വളരെ കുറച്ചാ. ഗുഡ് മോർണിംഗ് സർ. മൈ നെയിം ഈസ് മുരളീകൃഷ്ണൻ. പ്ലീസ് ഗ്രാജുവേറ്റ് ജോബ് ഇൻ തിയേറ്റർ, കാർ, ഹോം, എനിത്തിങ് സർ. I am also sincere, sir. I am past PUC, sir. PUC. Hey, PUC. PUC പഠിച്ച നിനക്ക് ഈ 8ാം ക്ലാസ് പാസ്സാകാത്തവൻ്റെ കൂടെ എന്താണ് ഇത്ര സഹവാസം? ചേട്ടായി ക്ഷമിക്കണം, ഞാൻ 8ാം തരം ഫെയിൽഡ് ആയിട്ടില്ല. പിന്നെന്താ? വലിയ പരീക്ഷ എഴുതാൻ സ്കൂളിൽ പോയില്ല. പോയിരുന്നേ മൊത്തത്തിൽ അങ്ങ്. ചെറുപ്പക്കാരോടൊരു സ്നേഹവും മര്യാദ ഇല്ലാത്ത കാര്യം പറയടാ. ഞാൻ ഈ മുരളിയെ എന്റെ വീടിന്റെ മച്ചില് 70 രൂപ വാടകയ്ക്ക് താമസിപ്പിച്ചിരിക്കുക. മാസം 70 രൂപ വരുമാനമുള്ള ജോലി കൊടുത്തിരിക്കുകയാണെങ്കിൽ മാസം നിനക്ക് വാടക കറക്റ്റായിട്ട് കിട്ടണം, അതല്ലേ? എന്താ ചേട്ടാ ചിരിക്കുകയാണല്ലോ? അങ്ങേര് പറഞ്ഞത് തമാശന്ന് കരുതി തന്നെ ചിരിക്കുക. ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? നീയും കൂടെ അങ്ങ് ചിരിച്ചു. എന്താ മോളെ? ആദ്യം ഈ ഡ്രൈവറെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്ക്. എപ്പോ നോക്കിയാലും അവധി എടുക്കുക. ഇപ്പൊ ഞാൻ എങ്ങനെ പരീക്ഷയ്ക്ക് പോകുമെന്ന് പറ. എടാ കണാരാ, നീ പറഞ്ഞിട്ടാണ് അവനെ ഞാൻ ഡ്രൈവറായിട്ട് വെച്ചത്. ഇനി ആര് കാർ ഓടിക്കും? എന്ത് ചെയ്യുമെന്ന് പറയടാ. ചേട്ടായി, അവൻ കാല് വാഴുമെന്ന് മനസ്സിലാക്കിയ പുതിയ ഒരുത്തിനെ ഞാൻ ഇറക്കിയിരിക്കുന്നത്. അനിയ മുരളി. സർ, I am driving ambassador Condasa, everything, sir. I am good driving, sir. കണാരാ, നീ എടുക്കുന്ന തീരുമാനം കറക്റ്റ് ആയിരിക്കും. നിന്റെ വാക്ക് വിശ്വസിച്ച് ഇയാളെ ഞാൻ ഡ്രൈവറായിട്ട് എടുക്കുന്നു. മുതലാളി അനുഗ്രഹിക്കണം. മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല. മോളെ, രാവിലെ മുതൽ എന്ത് നടന്നോണ്ടിരിക്കുക? മനസ്സിലായില്ലല്ലോ. ഞാൻ കാരണം നിങ്ങളുടെ ഷർട്ടിലൊക്കെ മഷി വീണില്ലേ? ഇത് വെച്ചോളൂ, എന്റെ ചേട്ടന്റെ ഷർട്ടാ. നോ താങ്ക്സ് മീന. ഈ ഷർട്ട് പുതിയതാ, വാങ്ങിച്ചോളൂ. അയ്യോ വേണ്ട, നിങ്ങൾ തന്നെ വെച്ചോ പ്ലീസ്. കുട്ടി വാങ്ങിക്കടോ മനുഷ്യ. മിസ്റ്റർ മുരളി, കാറിന്റെ താക്കോലിങ്ങതാ. താക്കോല് തരാനാ പറഞ്ഞത്. കൊടുക്കടാ. കണാരൻ ചേട്ടാ, ഇന്നാ താക്കോല്. അച്ഛനോട് പറഞ്ഞേരെ, ഞാൻ പുതിയ ഡ്രൈവറെ ജോലിന്ന് പറഞ്ഞയച്ചെന്ന്. മോളെ, പാലം കടക്കുവോളം നാരായണ നാരായണ. പാലം കടന്നു കഴിഞ്ഞാൽ കൂടാനാന്ന് കേട്ടിട്ടില്ലേ? നീ നല്ല ഡ്രൈവറെല്ലാം പറഞ്ഞു വിട്ടാ ഞാനിനി അവിടെ പോയി തപ്പും. കുറച്ച് സമാധാനമായിട്ട് ഇരിക്കുക. അയ്യൻ കണാരൻ ചേട്ടാ, താക്കോല് തരാൻ പറഞ്ഞപ്പോ. താങ്ക്സ് മീനക്കുട്ടി. മീനക്കുട്ടിയല്ല, മീന. താങ്ക്സ് മീനു. മീനക്കുട്ടി, നിനക്ക് മീന. അനിയ മുരളി ചേട്ടാ, ഞാൻ എന്തിനാ നിന്റെ കൂടെ വന്നതെന്ന് മനസ്സിലായോ? പോകുന്ന വഴിക്ക് ചേട്ടന് വല്ല കാര്യം കാണും. സ്കൂട്ടറിന്റെ പെട്രോൾ ലാഭിക്കാൻ വേണ്ടിട്ടായിരിക്കും. കുസൃതി കൂടുതലായി പയ്യന്. നീ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്, നിന്റെ രീതികളൊക്കെ ശരിയാണോ എന്ന് നോക്കാനായിട്ട് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. മീനുകൂട്ടി നിന്നോട് ചിരിച്ച് സോഷ്യലായി ഇടപഴകിയത് കൊണ്ട് നീ തെറ്റായിട്ടൊന്നും വിചാരിക്കണ്ട. അതുപോലുള്ള ആൾക്കാർ നിന്നെപ്പോലുള്ള വേലക്കാരോടൊക്കെ അങ്ങനെ ഇടപെടാനേ സാധ്യതയുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാൻ മുരളീകൃഷ്ണ, സ്വർണ്ണക്കനി ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരുത്തിന് സ്വർണം ചേർന്ന് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ മുരളീകൃഷ്ണ? പറ്റില്ല ചേട്ടാ. സൂക്ഷിച്ച നിനക്ക് കൊള്ളാം.
നമ്മുടെ മീനാക്ഷി തലയിറങ്ങി വീണു. അയ്യോ മീനക്കുട്ടിയോ? സാറുമാരെ കൊച്ചിനെ എങ്ങാനും വരട്ടിയതാണോ? അങ്ങനെയൊന്നുമില്ല. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങാനും കണ്ട് തലയിറങ്ങി വീണതാണോ? അതും അറിയില്ല. ഉരുളേ കമ്പരം കറങ്ങുന്ന പോലെ ഓടുന്നത് കണ്ടോ? ശരി ശരി, ഞാൻ മീനുക്കുട്ടിയെ ആശുപത്രി കൊണ്ടാക്കിയിട്ട് സാവകാശം നിന്റെ അടുത്തൊന്ന് സംസാരിക്കാം. എന്നാ പറട്ടെ. ഉരുളി മോനെ അവിടെ നിൽക്കടാ ഉരുളി. എത്ര വൈകിയത്? എന്റെ മൂക്കിൽ സുഖമില്ലാതെ കിടക്കുന്നു. എവിടായിരുന്നടാ? എന്റെ മോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. നിങ്ങളുടെ മോള് കാലത്തെ മുതൽ ഇതുവരെ ഒന്നും കഴിച്ചില്ല. വിശപ്പിന്റെ മയക്കമാണ്. 2 ഇഡലിയും തേങ്ങാ ചമ്മന്തിയും മേടിച്ചു കൊടുത്തപ്പോ കഴിച്ചിട്ട് ചാടി എഴുന്നേറ്റ് അവിടെ കണ്ടോ? മീനെ, ഞാൻ വേണമെങ്കിൽ ഇഡലി മുക്കി തന്നെ നാടൻ കോഴിക്കറി മേടിച്ചോണ്ട് വരട്ടെ. വഴികാട്ടി പോയവൻ ചുടുകാട്ടിലേക്ക് പോയ പോലെ ചുടുകാട്ടി പോയവൻ വഴികാട്ടി അന്വേഷിച്ചു പോയെന്ന് പറഞ്ഞുള്ള കഥയാണല്ലോ ഇത്. മുഖത്ത് കുറച്ച് വെള്ളം തെളിച്ച് 2 ബട്ടർ ബിസ്ക്കറ്റും കൊടുത്തിരുന്നെങ്കിൽ മീനുകുട്ടി ചാടി എന്നിട്ട് ഇങ്ങനെ ഒരു തുക്കുമില്ലാത്തൊരു കാര്യത്തിന് രാജഗോപാലൻ ചേട്ടന്റെ പൊന്നാല മോളെ ഇവിടെ കൊണ്ട് എന്തിനാ ഇരുത്തിയത്? ഞാൻ ബോധം കെട്ട് വീണത് നിങ്ങൾക്ക് വളരെ നിസ്സാരമായി പോയല്ലേ? അങ്ങേർക്കുണ്ടായ സാധാരണ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉണ്ടായോ കണാരൻ ചേട്ടാ? രക്ഷിക്കാൻ മാത്രം പറ്റില്ല, പത്രത്തിൽ മാത്രം ഒരു കുറവുമില്ല. ഇനി അങ്ങനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ കഥ കഴിഞ്ഞു തന്നെ പറഞ്ഞേക്കാം. മീനക്കുട്ടി രക്ഷിക്കുന്ന നേരത്തെ